പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുക. പത്തനംതിട്ടയിൽ പോലീസ് ദമ്പതികളെ മർദ്ദിച്ചതുൾപ്പെടെ ഉന്നയിക്കും. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സ്വകാര്യ സർവകലാശാല ബിൽ എന്ന് അവതരിപ്പിക്കണമെന്നതിലും ഇന്ന് തീരുമാനമുണ്ടാകും. സഭയിലെ വിശേഷങ്ങളുമായി ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തൊക്കെ ചൂട് കൂടുതലാണെന്ന് കേട്ടു. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ചൂട് കൂടുതലാണ്. കാലാവസ്ഥ രാവിലെയാണ്, രാത്രിയാകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ടി വി പ്രസാദ്, നിയമസഭയിലും ഇന്ന് ചൂട് പിടിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് പോലീസിന്റെ വിഷയമാണ് വരാൻ പോകുന്നത്. പോലീസിന്റെ അതിക്രമങ്ങൾ ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഇടുക്കിയിൽ ഒരാളുടെ കരണക്കുറ്റിക്കടിച്ച് താഴെയിട്ട് പല്ല് കളഞ്ഞു. പത്തനംതിട്ടയിൽ ആളുമാറി ബാറിന് മുന്നിൽ നിന്ന് കുടുംബത്തെ ആക്രമിച്ചു. അങ്ങനെ ഒരുപാട് വാർത്തകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇതെല്ലാം കൂടി തുന്നിക്കൂട്ടി ഇന്നിപ്പോൾ സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുന്നത്, അല്ലേ ടി വി പ്രസാദ്? അതെ അരുൺ, അതെ. സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് നടന്ന പോലീസ് അതിക്രമങ്ങൾ നിയമസഭയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. സ്ത്രീ ഉൾപ്പെടെ 4 പേരെ അകാരണമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത് വലിയ വിഷയമാക്കി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. മാത്രമല്ല, അരുണ് പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ അത് നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അടിയന്തര പ്രമേയമായി തന്നെ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രാവിലെ 9 മണിയോടുകൂടി അതിൽ തീരുമാനമുണ്ടാകും. 10 മണിക്കാണ് അടിയന്തര പ്രമേയം അനുവദിക്കുകയും ചെയ്യുക. അതിനിടയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ഇന്ന് ധനമന്ത്രി മറുപടി പറയും. റവന്യൂ, പൊതുവിദ്യാഭ്യാസം, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളിലായിരിക്കും ഇന്ന് മറുപടി ഉണ്ടാവുക. അതോടൊപ്പം അരുണ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ സർവകലാശാല ബില്ല്, അത് എന്ന് നിയമസഭയിൽ അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ കാര്യോപദേശക സമിതിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഇതിന്റെ കരട്, സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരട് അംഗീകരിച്ചിരുന്നു. വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ UDF സർക്കാരിന്റെ കാലത്ത് വലിയ സമരവും കോലാഹലവും ഒടുവിൽ TP ശ്രീനിവാസന് മർദ്ദനമേൽക്കുന്ന സംഭവം വരെ ഉണ്ടായി. പക്ഷേ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതൊക്കെ മാറി ഒടുവിൽ സ്വകാര്യ സർവകലാശാല ബില്ല് LDF സർക്കാർ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് ഭരണപക്ഷം കണക്ക് കൂട്ടുന്നു. അതെന്നുണ്ടാകും എന്നുള്ള തീരുമാനം ഇന്ന് ഉണ്ടാകും കാര്യോപദേശക സമിതിയിൽ. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് കാര്യോപദേശക സമിതിയിൽ സ്വകാര്യ സർവകലാശാല ബിൽ എന്ന് അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം പോലീസിന്റെ അതിക്രമങ്ങളായിരിക്കും ഇന്ന് നിയമസഭയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനമായി വരിക.